നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ചിന്മുദ്രയോടുകൂടിയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവ് നിലകൊള്ളുന്നത്. വലതു കൈയിലെ ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത് വൃത്താകാരമാക്കിയും ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ എന്നിവ നിവർത്തിയും പിടിക്കുന്നതാണ് ചിന്മുദ്ര. നിവർത്തി പിടിച്ചിരിക്കുന്ന 3 വിരലുകൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളെയും വൃത്താകാരത്തിൽ പിടിച്ചിരിക്കുന്ന ഇരുവിരലുകൾ തുരീയായ അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. ചിന്മുദ്ര, ജ്ഞാനമുദ്ര, വ്യാഖ്യാനമുദ്ര എന്നിവയാണ് വിദ്യാപ്രദായകനായ യോഗദക്ഷിണാമൂർത്തിയുടെയും വിഗ്രഹങ്ങളിൽ കാണാനാവുക. ചിന്മുദ്രാങ്കിതനായ ദേവൻ ആത്മവിദ്യയുടെ കൃപ ചൊരിയുന്ന ജഗത് ഗുരുവാണ്. ചിന്മുദ്രയുടെ കായികമായ പ്രവർത്തനം മൂലം കുണ്ടലിനീ ശക്തി ഉണർന്ന് ഷഠാധാരങ്ങൾ കടന്ന് യോഗിമാർ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. ഏകാഗ്രത കൂട്ടുവാനും ശരീരത്തിൽ സവിശേഷമായ ഊർജപ്രവാഹം ഉണ്ടാക്കുവാനും ചിന്മുദ്ര സഹായിക്കുന്നു. ചിന്മുദ്രാധാരിയായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ദർശിക്കുന്നതും നിത്യവും സ്മരിക്കുന്നതും മനസ്സ് ഏകാഗ്രമാക്കാനും ആത്മീയ പുരോഗതി ഉണ്ടാക്കാനും സഹായിക്കും. തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം. സത്യം അസത്യത്തേക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ്. നന്മയും അപ്രകാരം തന്നെ. ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ആശാപാശ ക്ലേശ ദുർവാസനാദി ഭേദോദ്യുക്തൈഃ ദിവ്യഗന്ധൈരമന്ദൈഃ ആശാഷാഢീകസ്യ പാദാരവിന്ദം ചേത പേടിംവാസിതം മേ തനോതു ആശാപാശ ക്ലേശ ദുർവാസനാദി ഭേദോദ്യുക്തൈഃ ദിവ്യഗന്ധൈരമന്ദൈഃ ആശാഷാഢീകസ്യ പാദാരവിന്ദം ചേത പേടിംവാസിതം മേ തനോതു സന്ധ്യാദീപം. ഇനി ശങ്കരസ്തോത്രാമൃതം. ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്ന പെട്ടിയിലെ ദുർഗന്ധങ്ങൾ മാറ്റാൻ സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലും അതിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ എൻ്റെ മനസ്സിലെ ദുർവാസനകളുടെ ദുർഗന്ധങ്ങൾ ശ്രീ പരമേശ്വരൻ്റെ പാദമാകുന്ന താമരപുഷ്പം അകറ്റേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ
ശിവാനന്ദ ലഹരിയിൽ നമ്മൾ 73 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞത്. അവിടെ മുക്തി പ്രാപിക്കുന്നതിനുള്ള സകല മഹൗഷധികളുടെയും വിളഭൂമിയായ, കൃഷിഭൂമിയായ പരമേശ്വരൻ്റെ പദാരവിന്ദ ഭജനത്തെ നേടിയാലും എന്ന് ആഹ്വാനം ചെയ്തു. അവിടെ സകല മുക്തി മഹൗഷധികളുടെയും കേദാരമായിട്ടാണ് പരമേശ്വര പാദപത്മങ്ങളെ സങ്കല്പിച്ചത്. തുടർന്ന് വീണ്ടും അത്യന്ത സുഗന്ധത്തെ പ്രസരിപ്പിക്കുന്ന ഭാവത്തിൽ ആ പാദപത്മങ്ങളെ സങ്കല്പിക്കുകയാണ്. നോക്കൂ, ആശാപാശക്ലേശദുർവാസനാദി ഭേദോദ്യുക്തൈ ദിവ്യഗന്ധൈരമന്ദൈ ആശാഷാഢീകസ്യ പാദാരവിന്ദം ചേതഃ പേടീം വാസിതാം മേ തനോതു. ആശാപാശക്ലേശദുർവാസനാദിഭേദോദ്യുക്തൈ ദിവ്യഗന്ധൈരമന്ദൈ ആശാഷാഢീകസ്യ പാദാരവിന്ദം ചേതഃ പേടീം വാസിതാം മേ തനോതു. മേ ചേതപ്പേടീം ആശാഷാഢീകസ്യ പാദാരവിന്ദം വാസിതാം തനോതു. ഇതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മേ എൻ്റെ ചേതപ്പേടീം, മനസ്സാകുന്ന പെട്ടിയെ ആശാഷാഢീകസ്യ, ആശാഷാഢീകൻ്റെ പരമേശ്വരൻ്റെ പാദാരവിന്ദം വാസിതാം തനോതു, സുഗന്ധമുള്ളതാക്കി തീർക്കട്ടെ എന്നാണ്. പെട്ടിയിൽ പലതരം സാധനങ്ങൾ, വസ്ത്രങ്ങൾ തന്നെ പലതരം വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക, ഒരു ക്രമവുമില്ലാതെ. അങ്ങനെ വരുമ്പോൾ ആ വസ്ത്രങ്ങൾ കൊണ്ട് ആ പെട്ടിക്കൊരു ദുർവാസന വരും, ഒരു ദുഷിച്ച ഗന്ധം, വളരെ ദുഷിച്ച ഒരു മണം ഉണ്ടാവും. ആ പെട്ടിയിൽ വെച്ച വസ്ത്രങ്ങൾക്കൊക്കെ ആ ഒരു ദുഷിച്ച ഗന്ധം ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും സുഗന്ധദ്രവ്യം ആ പെട്ടിയിലിട്ട് വെച്ചാൽ, വസ്ത്രങ്ങളിൽ പൂശുകയൊന്നും വേണ്ട, ആ പെട്ടിയിൽ എവിടെയെങ്കിലും ഒരു സുഗന്ധമുള്ള വസ്തു വെച്ചാൽ ഈ ദുർവാസന പോയി അതിലെ വസ്ത്രങ്ങൾക്കൊക്കെ നല്ല സുഗന്ധമുണ്ടാകും. ഇത് സാമാന്യമായ അനുഭവമുള്ള വിഷയമാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ശ്ലോകം പഠിക്കാൻ. ആശാപാശക്ലേശദുർവാസനാദിഭേദോദ്യുക്തൈ, ഒറ്റ വാക്കാണ്. ആശാപാശക്ലേശ ദുർവാസനകളെ ഭേദിക്കുന്നതിന് സമർത്ഥങ്ങളായ ദിവ്യഗന്ധൈഹി, ദിവ്യഗന്ധങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള ദിവ്യഗന്ധങ്ങളെ കൊണ്ട്? അമന്ദൈഹി, ഒട്ടും ശക്തിഹീനങ്ങളല്ല, വളരെ ശക്തിയുള്ള മന്ദഭാവത്തിലുള്ളവയല്ല, നല്ല സുഗന്ധങ്ങളാണ്. അപ്പം നല്ല സുഗന്ധങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള സുഗന്ധങ്ങളാണ്? ആശാപാശക്ലേശ ദുർവാസനാദികളെ മുഴുവൻ ഭേദിക്കാൻ ശക്തങ്ങളായ സുഗന്ധമാണ്. ആ സുഗന്ധങ്ങളെ കൊണ്ട്, അതെന്താണത്? ആ സുഗന്ധങ്ങളോട് കൂടിയ പാദാരവിന്ദം, പാദങ്ങളാകുന്ന അരവിന്ദം, അരവിന്ദം ചെന്താമര. ഇപ്പം ഭഗവാന്റെ പാദങ്ങളെ അവിടെ ചെന്താമരയായി കൽപ്പിച്ചു. ആ ചെന്താമരയുടെ സുഗന്ധം, അതാണ് ഈ ദുർവാസനകളെ മുഴുവൻ, ഈ ദുർഗന്ധത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ സമർത്ഥമായത്. അങ്ങനെയുള്ള സകല ദുർവാസനകളെയും ഇല്ലാതാക്കാൻ സമർത്ഥമായ പാദാരവിന്ദം, സുഗന്ധയുക്തമായ പാദാരവിന്ദം. ആരുടെ പാദാരവിന്ദം? ആശാഷാഢീകസ്യ, ആശാഷാഢീകൻ. രണ്ടർത്ഥം പറയാം. ആശാശബ്ദത്തിന് ദിക്കെന്നർത്ഥമുണ്ട്, ദിക്ക്. അപ്പോൾ ദിക്കിനെ ഷാഢീകമാക്കിയവൻ, ഷാഢീകം വസ്ത്രം, ദിക്കിനെ വസ്ത്രമാക്കിയവൻ ദിഗംബരൻ. മറ്റ് വസ്ത്രങ്ങളൊന്നുമില്ല,
ദിഗംബരനായിരിക്കുന്ന പരമേശ്വരൻ. ദിക്ക് തന്നെയാണ് വസ്ത്രം. അവനാണ് ആശാശാഠീകൻ. അഥവാ ആശാദിക്ക്, ആശാശകളിൽ ദിക്ക് തോറും, ആശാശു ദിക്കുകളിൽ അടനം ചെയ്യുന്നവൻ, സഞ്ചരിക്കുന്നവൻ, നിരന്തരം സഞ്ചരിക്കുന്നവൻ, ലോകാനുഗ്രഹ ഭാവത്തോടുകൂടി ഭഗവാൻ നിത്യസഞ്ചാരം ചെയ്യുന്നു. അങ്ങനെ നിത്യസഞ്ചാരിയായിരിക്കുന്നവൻ്റെ പാദാരവിന്ദം, പാദങ്ങളാകുന്ന അരവിന്ദം എൻ്റെ മനസ്സാകുന്ന പെട്ടിയെ സുഗന്ധമുള്ളതാക്കട്ടെ. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സാകുന്ന പെട്ടിയിൽ ഭഗവാന്റെ പാദം നിവസിക്കണമേ എന്നർത്ഥം. ഈ ശ്ലോകം ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് അടുത്ത പ്രാവശ്യം ആവട്ടെ. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. പ്രധാനമൂർത്തി ശിവനെങ്കിലും ഉപദേവനായ ഗണപതിക്ക് പ്രധാനമൂർത്തിയേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ മധൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടു വരുന്ന ക്ഷേത്രമാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലാണ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ടൗണിൽ നിന്നും 6 കിലോമീറ്റർ വടക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. മധൂർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. മുൻപ് ഒരു കാലത്ത് മധൂർ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാകെ കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളും നിറഞ്ഞതായിരുന്നു അത്രേ. ഒരിക്കൽ മധുരു എന്ന ഒരു ഹരിജൻ സ്ത്രീ ഈ പ്രദേശത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അരിവാൾ ഒരു ശിലയിൽ തട്ടുകയുണ്ടായി. അരിവാൾ തട്ടിയ ശിലയുടെ ഭാഗത്തു നിന്നും ക്രമേണ രക്തമൊഴുകുവാൻ തുടങ്ങി. ഇത് കണ്ട് ഉത്കണ്ഠാകുലയായ ആ സ്ത്രീ സ്വജനങ്ങളോട് പ്രസ്തുത സംഭവത്തെപ്പറ്റി വിവരിക്കുകയുണ്ടായി. ഉടൻ തന്നെ ഒരു വിഗ്രഹം മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ പ്രദേശത്ത് സ്വഭാവ വിദ്വേഷം മറന്ന് പുലി, പശുക്കൾ സ്നേഹത്തോടെ വിഹരിക്കുന്നത് കണ്ട അവർ ഇതുതന്നെയാണ് യുക്തമായ സ്ഥലമെന്ന് ഉറപ്പിച്ച് ഇവിടെ തന്നെ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീദേവന് രാജാവ് തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ക്ഷേത്രം പണിത് ക്രമാനുഗതമായ പൂജാതി കാര്യങ്ങൾ യുക്തമാം വിധം നടത്തുവാനുള്ള വ്യവസ്ഥകൾ ചെയ്യുകയും ക്ഷേത്രത്തിന് തന്ത്രിവര്യന്മാരെയും പൂജാരികളെയും നിയമിക്കുകയുമുണ്ടായി. മധൂർ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ശ്രീ മദനന്തേശ്വരനുണ്ടെങ്കിലും രണ്ടാം മുഖമണ്ഡപത്തിന്റെ വടക്കുഭാഗത്തെ ചുമരിന്റെ വശത്ത് തെക്ക് ദിശാഭിമുഖമായി ആവിർഭവിച്ച സിദ്ധിവിനായകന്റെ പ്രഭാവം തന്നെയാണ് കൂടുതലായുള്ളത്. വളരെ വലുപ്പമുള്ള ചുമരിൽ നിന്നും ഉത്ഭവിച്ചതുപോലെയുള്ള ഇവിടുത്തെ ഗണപതി വിഗ്രഹം താന്ത്രിക പാരമ്പര്യമുള്ള ബാലകനാൽ ചുവർ ചിത്രത്തിൽ നിന്നുണ്ടായതാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഒരിക്കൽ മുതിർന്നവരുടെ കൂടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ ഏതാനും കുട്ടികൾ തങ്ങളുടെ ബാല്യസഹജമായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് മുതിർന്നവർക്ക് കാണാതെ ക്ഷേത്രത്തിന്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ചുകൊണ്ട് അവർ മുതിർന്നവർ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്നിരുന്ന അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഉരുളയാക്കി നിവേദ്യം നടത്തി ശ്രദ്ധാഭക്തി പുരസരം പൂജയിൽ തന്മയത്വം പ്രാപിച്ചിരുന്നുവത്രേ. മുതിർന്നവർ വന്നപ്പോൾ കുട്ടികൾ ഭിത്തിയിൽ വരച്ച ചിത്രവും അവർ തങ്ങളെ തന്നെ മറന്നു നടത്തുന്ന പൂജയും കണ്ട് ആശ്ചര്യം പൂണ്ടു. ഇത് ദൈവസങ്കല്പമായിരിക്കണമെന്ന് ചിന്തിച്ച അവർ വിധിപ്രകാരമുള്ള പൂജകൾ നടത്തുകയുണ്ടായി. കുട്ടികൾ പച്ചയായ അരിമാവ് കൊണ്ട് കലക്കിയുണ്ടാക്കിയ ഉരുളയുടെ പ്രതീകമായി വെല്ലം ചേർക്കാത്ത പൂർണ്ണമായി വേവാത്ത പച്ചപ്പത്തിന്റെ നിവേദ്യം അന്നു മുതൽ തുടങ്ങി. പിന്നീട് കടുശർക്കരപ്പാക്ക എന്ന കൂട്ടുപയോഗിച്ച് ഈ ക്ഷേത്രത്തിന്റെ മുൻപോട്ട് തള്ളിയുള്ള ശില്പം നിർമ്മിച്ചുവെന്നും അവിടെ തന്നെ ശ്രീകോവിൽ നിർമ്മിച്ചുവെന്നുമാണ് ഐതിഹ്യം.
മധൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്ന മധുരു എന്ന സ്ത്രീയുടെ പേർ പിൽക്കാലത്ത് ഗ്രാമീണ ജനങ്ങളുടെ സംസാര ഭാഷയുടെ വ്യവഹാരത്തിൽ മാറ്റം വന്ന് മധൂർ എന്ന സ്ഥലനാമമായി പരിണമിച്ചു എന്നാണ് വിശ്വാസം. കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ കുമ്പളസീമയിൽപ്പെടുന്ന 4 ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമത്രേ മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം. അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം, മധൂർ, മുജംകാവ്, കണിപ്പുറ എന്നിങ്ങനെ 4 ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായപ്പാടി രാജകുടുംബത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലങ്ങളായിരുന്നു. പ്രസിദ്ധങ്ങളായ ഈ ക്ഷേത്രങ്ങൾ കൂടാതെ മറ്റു ചില ക്ഷേത്രങ്ങൾ കൂടി കുമ്പളസീമയുടെ രാജാവെന്ന് പ്രസിദ്ധിയാർജിച്ച മായപ്പാടി രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അക്കാലത്ത് വേണ്ടുവോളം സമ്പത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നു. കൂടാതെ വൈഭവത്തോടെ വൈദിക ധാർമ്മിക കാര്യങ്ങൾ നടന്നുവരികയും ചെയ്തിരുന്നു. ക്രമേണ രാജവാഴ്ച അവസാനിച്ചപ്പോൾ സ്വത്തുവകകൾ അന്യാധീനപ്പെടുകയും വരുമാനം കുറയുകയും ചെയ്യുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ ഈ ദുരവസ്ഥ കണ്ട് മായപ്പാടി രാജാവ് ശ്രീ വെങ്കടേശവർമ്മ സീമയിലെ ഗണ്യ വ്യക്തികളോടുകൂടി ആലോചിച്ച് തന്റെ അധ്യക്ഷതയിൽ ശ്രീ സിദ്ധിവിനായക സേവാസംഘം രൂപീകരിച്ചു. സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നിത്യനൈമിത്തിക കാര്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ നടക്കുന്നതിനു വേണ്ട ക്രമങ്ങൾ രൂപീകരിച്ച് പടിപടിയായി അഭിവൃദ്ധി പ്രാപിച്ച് ഇന്നത്തെ പ്രസിദ്ധിക്ക് കാരണമായി തീർന്നു. സ്കന്ദപുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മുമ്പ് ത്രിഗർത്താധിപതിയായ ധർമ്മഗുപ്തൻ എന്ന രാജാവിന്റെ കീഴിൽ പലർ ചേർന്ന് പയസ്വിനിയുടെ സംഗമസ്ഥാനത്ത് ശിവയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. യജ്ഞ ആരംഭത്തിൽ വിഘ്ന നിവാരകനായ ഗണപതിയെ പൂജിക്കുവാൻ അവർ മറന്നു പോവുകയും അതിന്റെ ഫലമായി യജ്ഞ ആരംഭത്തിൽ കോരിച്ചൊരിഞ്ഞ മഴയുണ്ടാവുകയും ചെയ്തു. യജ്ഞത്തിന് വിഘ്നം നേരിട്ടപ്പോൾ ചിന്താകുലരായ ഋഷിമാർ കുമാരധാരയ്ക്ക് സമീപമുള്ള വാസുകിയുടെ അടുത്ത് ചെന്ന് കാരണമാരാഞ്ഞു. ആരംഭത്തിൽ ഗണപതിയെ പൂജിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന അദ്ദേഹത്തിന്റെ സൂചന പ്രകാരം മധുവാഹിനി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ചുമരിൽ ഗണപതിയുടെ മൂർത്തി വരച്ച് അർച്ചന നടത്തി. അതിൽ സന്തുഷ്ടനായ വിഘ്നേശ്വരൻ യാഗം നിർവിഘ്നമായി നിറവേറ്റുവാൻ അനുഗ്രഹിക്കുകയുണ്ടായി. ആ ചിത്രമാണ് പിന്നീട് ബൃഹത്തായി വളർന്ന് മൂർത്തിയായി പരിവർത്തനം പ്രാപിച്ചതെന്നാണ് സ്കന്ദപുരാണത്തിലെ പരാമർശം. ക്ഷത്രിയ കുലസംഹാരകനായ പരശുരാമൻ ക്ഷത്രിയരെ എല്ലാവരെയും സംഹരിച്ച് താൻ സ്വന്തമാക്കിയ ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കന്യാകുമാരി മുതൽ ഗോകർണം വരെ നൂതന ഭൂമിയെ സൃഷ്ടിച്ച് തെക്ക് നിന്നും വടക്കോട്ടേക്ക് സഞ്ചരിച്ചു വന്ന് അവിടെവിടെയായി പുണ്യക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. മധുപുറത്ത് ക്ഷേത്രം പണിത് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ച് അപ്പകച്ചായം തുടങ്ങിയ നിവേദ്യങ്ങളാൽ ശാശ്വത പൂജ നടത്തുവാനുള്ള ഏർപ്പാടുകൾ നടത്തിയെന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത്. ക്രിസ്തുവർഷം 1784 ടിപ്പു സുൽത്താൻ കുമ്പളസീമയിലെ തന്റെ ആക്രമണത്തിന്റെ ഭാഗമായി മധൂർ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിന്റെ ഗോപുരം, ശ്രീകോവിൽ എന്നിവയ്ക്കെല്ലാം കേടുവരുത്തുകയും ചെയ്തു. ഇതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം ഇവിടെയുള്ള കിണറിൽ നിന്നും വെള്ളം കോരി കുടിക്കുകയുണ്ടായി. അനന്തരം മാനസിക പരിവർത്തനം വന്ന അദ്ദേഹം ആക്രമണം നിർത്തി വന്നതിന്റെ തെളിവായി തന്റെ കഠാര കൊണ്ട് ചന്ദ്രശാലയുടെ മേൽക്കൂരയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഒരു ക്ഷതമേൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു. മധൂർ ക്ഷേത്രത്തിന്റെ രാജാങ്കണത്തിന്റെ വടക്ക് കിഴക്കായി കരിങ്കൽ ശില കൊണ്ട് നിർമ്മിച്ച വിജയസ്തംഭം പാണ്ഡ്യ രാജാവ് തന്റെ സൈനികരോടുകൂടി കേരളത്തെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ട് പയസ്വിനി നദിയുടെ തീരത്ത് താവളമടിച്ച സമയത്ത് കുമ്പള രാജാവായിരുന്ന 1-ാം ജയസിംഹൻ അദ്ദേഹത്തെ നേരിട്ട് പോരാടി വിജയിച്ച ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണെന്നാണ് ഐതിഹ്യം. മധൂർ ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളുടെ മേൽഭാഗത്തായി നവഗ്രഹങ്ങളുടെ മനോഹരമായ രൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. നമസ്കാര മണ്ഡപത്തിന്റെ മേൽഭാഗത്ത് ചുറ്റിനും പുത്രകാമേഷ്ടിയിൽ തുടങ്ങി സീതാ സ്വയംവരം വരെയുള്ള രാമായണത്തിലെ ചിത്രങ്ങളുടെ അപൂർവമായ കൊത്തുപണികൾ ആലേഖനം ചെയ്തിട്ടുണ്ട്.
മദനന്തേശ്വരൻ ഭക്തർക്ക് അനുഗ്രഹ ആശിസ്സുകൾ ചൊരിയുന്നത്. നിത്യേന 3 പൂജയും ശീവേലിയുമാണിവിടെ. മംഗലാപുരം ഭേര ഇല്ലത്തിനാണ് ഇവിടുത്തെ താന്ത്രിക അധികാരം. വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന 3 നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് മധൂർ ക്ഷേത്രത്തിനുള്ളത്. മുകളിലെ 2 നിലകൾക്ക് ചെമ്പിന്റെയും താഴത്തെ തട്ടിന് ഓടിന്റെയും മേൽക്കൂരകൾ തീർത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി ഒഴുകുന്ന മധുവാഹിനി പുഴയിൽ കൈകാൽ, മുഖം എന്നിവ കഴുകി ശുദ്ധി വരുത്തിയാണ് ഇവിടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. തന്നെ പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ടകാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനാണ് മധൂർ മഹാഗണപതി. തുമ്പിക്കൈ വലതുഭാഗത്തേക്ക് വളഞ്ഞ രീതിയിലുള്ള വിനായകന്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത്. ഉദയാസ്തമന പൂജയും ഗണപതിക്ക് അപ്പവുമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. മധൂർ വിനായകന്റെ ഇഷ്ട നൈവേദ്യമാണ് പച്ചപ്പം. ഒരു പച്ചപ്പം എന്നാൽ 5 നാഴി അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതത്രേ. മുൻപ് കുട്ടികൾ ശ്രദ്ധാഭക്തിപൂർവം പൂജിച്ച് വേവിക്കാത്ത അരിപ്പൊടി കലക്കി പ്രഥമമായി ഗണപതിക്ക് സമർപ്പിച്ച പ്രിയമുള്ള നൈവേദ്യമാണ് പച്ചപ്പം. മധൂർ ശ്രീ മഹാഗണപതിക്ക് നടത്തുന്ന സേവകളിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യപൂർവവുമായ ഒന്നാണ് മൂടപ്പ സേവ. ഇതിന് ആദ്യം ശ്രീ മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ 16 മൂട അരിയുടെ അപ്പവും 1 മൂട അരിയുടെ പച്ചപ്പവും 108 തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തേൻ, കൽക്കണ്ടം, നെയ്യ് എന്നിവയും ചേർക്കുന്നു. ഇവയെല്ലാം വിഗ്രഹത്തിന്റെ നാവിൻ തുമ്പ് വരെ വ്യാപിക്കുന്നു. ഫലപുഷ്പങ്ങളാൽ അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാടം ബന്ധനം ചെയ്യപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ വേദപാരായണത്തോടുകൂടി കവാട ഉദ്ഘാടനമാണ്. ഇതിനുശേഷമാണ് മഹാഗണപതിയുടെ ദർശനം. ശേഷം സമർപ്പിക്കപ്പെട്ട അപ്പം തുടങ്ങിയ നിവേദ്യങ്ങൾ കൂടിയിരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യപ്പെടുന്നു. രാത്രി ഉത്സവം നടന്ന് അരിയിടൽ ചടങ്ങോടെ ഈ സേവാഭാഗ്യം പൂർണ്ണമാകുന്നു. മുഖ്യമൂർത്തികളായ ശിവനെയും വിനായകനെയും കൂടാതെ കാശി വിശ്വനാഥൻ, ശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യൻ, ഹംസരൂപി ശിവൻ, വീരഭദ്രൻ എന്നിവർ ഉപദേവന്മാരായും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിഷു സംക്രമത്തിന് കൊടിയേറി 5 ദിവസത്തെ തിരുവുത്സവമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. 4ാം ഉത്സവത്തിന് മൂലസ്ഥാനത്ത് വെടിക്കെട്ടുത്സവവും 5ാം ഉത്സവത്തിന് ആറാട്ടും നടക്കുന്നു. തിരുവുത്സവത്തെ കൂടാതെ ചിങ്ങമാസത്തിലെ നിറപുത്തരി, വിനായക ചതുർത്ഥി, കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം, ഷഷ്ടി, കുംഭമാസത്തിലെ അഷ്ടമി നാളിൽ നടക്കുന്ന ബ്രഹ്മകൂർച്ച, മാഘമാസം കൃഷ്ണപക്ഷത്തിലെ ശിവരാത്രി എന്നിവയും ഇവിടുത്തെ വിശേഷ അവസരങ്ങളാണ്. ചൈത്ര വൈശാഖ മാസങ്ങളിൽ ദിവസവും രാത്രി മഹാപൂജയ്ക്ക് ശേഷം ശ്രീഭഗവാന്റെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് നമസ്കാര മണ്ഡപത്തിൽ അലങ്കരിച്ച തൊട്ടിലിൽ തിടമ്പ് മൂർത്തിയെ വെച്ച് പാനകം പരിവാരാദികളോടുകൂടി പഴവർഗ്ഗങ്ങളുടെ നിവേദ്യത്തോടു കൂടി നടക്കുന്ന വസന്തപൂജയും മധൂർ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. തന്നെ പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ടകാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനായി വിളങ്ങുകയാണ് മധൂരിൽ ശ്രീ സിദ്ധിവിനായകൻ.